Radio Library. Radio Library with RJ Radish. ഹലോ നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. കൊയിലാണ്ടിക്കാരിയാണ് കേട്ടോ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു കൂട്ടുകാരി ഒരു പുസ്തകം എഴുതി. ഒരു 27 കവിതകളാണ് അതിനകത്തുണ്ടായിരുന്നത്. മഴ നനഞ്ഞ പെൺകുട്ടി എന്ന കവിതാ സമാഹാരം. അനൂന പർവിൻ. ആ കുട്ടി പിന്നെ വളർന്നു വലുതായപ്പോ കവിത എഴുത്ത് നിർത്തിയില്ല, അത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ് ഒരു പോയം എഴുതിയിരിക്കുന്നത്, ഹാൻഡ് ഫുൾ ഓഫ് റെയിൻ. ഈ കവിതാ സമാഹാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നു. ആൻഡ് അനൂനയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, സ്വാഗതം റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക്. താങ്ക് യു രതീഷ്. മഴ നനഞ്ഞ പെൺകുട്ടി എഴുതിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇങ്ങനെ ഒരു തോട്ട് വന്നത് എങ്ങനെയായിരുന്നു? മഴ നനഞ്ഞ കുട്ടി ഒരു പോയറ്റ് എഴുതിയ ബുക്കല്ല. അതൊരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു 9 വയസ്സുകാരി അല്ലെ ഒരു 10 വയസ്സുകാരി എഴുതിയ ഒരു കുറച്ച് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട കുറച്ച് വരികൾ മാത്രമാണ്. അപ്പൊ അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അന്ന് ഈ ബുക്സ് ഒക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് ബുക്സ് വായിക്കും. ഓരോ കുട്ടി ഓരോ ദിവസം ഒരു പേജ് വെച്ച് ഇങ്ങനെ ടേൺ എടുത്ത് വായിക്കും. അപ്പൊ ആ സമയത്താണ് ഈ ബുക്സിനോടും വേർഡ്സിനോടും താല്പര്യം വന്നത്. ഞാൻ ഒരുപാട് ഈ വേർഡ്സുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് വേൾഡിന്റെ ഒരു ലോകത്തേക്ക്, എനിക്കൊന്ന് ഞാൻ ബൈ ബോൺ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളുടെ വേൾഡിലേക്ക് വന്നത് ആ 4ാം ക്ലാസ് നിന്നാണ്. അപ്പൊ ആ സമയത്ത് കുത്തി കുറിച്ചിട്ട് കുറെ വരികൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് കാണുകയാണ്. അപ്പൊ കണ്ടപ്പോ നമുക്ക് എഴുതിക്കൂടെ ചെയ്തുകൂടെ എന്ന് അവര് തമ്മിലുള്ള ഒരു ടോക്ക് വന്നു എന്ന് ഇപ്പൊ മനസ്സിലാവുന്നു. അപ്പൊ ഇതിന്റെ പ്രോസസ്സിലൊന്നും ഞാനില്ല. ഈ പരിപാടിയുടെ പ്രകാശനത്തിന്റെ അന്നും ഞാൻ ഒപ്പനയിലും മണവാട്ടി 4ാം ക്ലാസ്സിൽ ആ ഒരു ചെറിയ കുട്ടിയാണ്. അക്ബർ കക്കട്ടിൽ മാഷായിരുന്നു പ്രകാശനം ചെയ്തത്. അന്നത്തെ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇന്നാണ് മനസ്സിലാവുന്നത് ഞാൻ അന്നൊരു പോയറ്റ് ആയിരുന്നു. ബട്ട് ഐ ഡോണ്ട് കോൾ മീ എ പോയറ്റ്. അന്നൊരു 4ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടി, അത്രയേ ഉള്ളൂ. വീണ്ടും മഴയാണ് എഴുതിയിരിക്കുന്നത്, ഹാൻഡ് ഫുൾ ഓഫ് റെയിൻ. മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ എന്ന ഇൻഡിവിജ്വൽ വേർഡ്സിൽ ജീവിക്കുന്ന അല്ലെ വേർഡ്സ് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ മഴ എന്ന് പറയുന്നത് എനിക്ക് ലൈക്ക് എന്റെ ഒരു പാർട്ടാണ്. ലൈക്ക് ഞാൻ ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ കരയുന്നത് പോലെ എനിക്ക് തോന്നുന്ന ഒരു ഇമോഷനാണ് മഴ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പൊ ഈ മഴ വരുന്ന സമയത്ത് പലരും പറയും ഈ മഴ വരുന്ന സമയത്തുള്ള ആ ഗ്ലൂമി മൊമെന്റ് പലർക്കും മെന്റലി ഭയങ്കര ഗ്ലൂമി ആയി തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ദ ഹാപ്പിയസ്റ്റ് ആവുന്നത് ആ ഒരു സമയത്താണ്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എന്തൊക്കെയോ ചെയ്യാന്ന് പറഞ്ഞ ഈ മഴ വരുന്ന സമയത്ത് ഈ വീട്ടിലെ കൊലയിൽ ഇരുന്നിക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിരിക്കുക, അതാണ് ഈ എന്തൊക്കെയോ. ബട്ട് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് മൊമെന്റ്. അപ്പൊ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരു മഴ പെയ്യണം എന്നിങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാലവും വളർന്നു വലുതായി ഇപ്പൊ ഒരു കുട്ടിയുടെ അമ്മയാണ്. ആ സമയത്തും ആ ഒരു എക്സൈറ്റ്മെന്റ് പോയിട്ടില്ല. സ്റ്റിൽ ഞാൻ മഴ കാണുമ്പോ ഓടിപ്പോയിരിക്കും. ഇവിടെ ഒരു മഴ ഒന്നും ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ റൂമിലൊക്കെ നമുക്ക് വിൻഡോസ് കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലോസ്ഡ് ആണ്. അപ്പൊ എന്റെ ഒരു മഴ ഭ്രാന്ത് അറിയുന്നതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഇങ്ങനെ മഴക്കാരൊക്കെ വരുന്നത് കണ്ട് അപ്പം വിളിക്കും. ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിലും വിളിക്കും, ജസ്റ്റ് മഴ വരുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ടെറസിലൊക്കെ പോയിരിക്കുക. അങ്ങനെയുള്ള കുറച്ചൊരു ഈ മഴ ഭ്രാന്തുള്ള ആളാണ്. മഴയോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ആളാണ്. അതെ, എന്റെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആവുന്നത് ഈ മഴ എന്ന് പറയുന്ന ഒരു ഫിനോമിനയോടാണ്. അപ്പൊ ഇതിൽ പോയംസിലേക്ക് വരുമ്പോൾ 3 പാർട്ടായിട്ടാണ് അല്ലെ, 3 പാർട്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും മഴയായിട്ട് വളരെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഴ എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പുള്ള കാർമേഘം മൂടിയ ഒരു മൊമെന്റ്, അത് കഴിഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അത് കഴിഞ്ഞ് മഴ ഒഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന ആ ഒരു സ്റ്റാഗ്നേഷൻ ഇല്ലേ, ആ മഴ നിന്ന് ഫുൾ നാച്ചുർ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മൊമെന്റ്. ഇത് 3ഉം വളരെ ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അപ്പൊ എന്റെ വീട്ടിലൊക്കെ പറയും മഴ കണ്ടാൽ ഞാൻ അത് തീർന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും എന്ന് പറയും. അപ്പൊ ആ ഒരു 3 ഫേസസ് ആണ് ഈ ബുക്കിലും വരുന്നത്. 3 പാർട്ടാക്കി പറയുന്നുണ്ട്. വിസ്പേഴ്സ് ബിഫോർ ദ സ്റ്റോം, 2ാമത്തെ പാർട്ട് വെൻ ദ സ്കൈ ഓപ്പൺസ്, 3ാമത്തെ പാർട്ട് ഹാൻഡ് ഫുൾ ഓഫ് റെയിൻ. ആ 3 പാർട്ടിലും മെലങ്കോളിക് ഇമോഷൻസ് ആണ് വരുന്നത്. 2ാമത്തേതിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്, 3ാമത്തേതിൽ ആ ഒരു ഹോൾഡിംഗ് ഓൺ ടു ഗുഡ് തിങ്സ്, ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഹോപ്പ് ആണ് 3ാമത്തെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം എല്ലാ കവിതകളിലെയും പോലെ തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയുടെ പേര് തന്നെയാണ് ഈ ബുക്കിന്റെ ടൈറ്റിൽ, ഹാൻഡ് ഫുൾ ഓഫ് റെയിൻ. അപ്പൊ ആ കവിതയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. നമ്മുടെ ബുക്ക് 3 പാർട്ടാക്കിയതിൽ ലാസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് പോയമാണ്. ഒന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു മഴ ഒഴിഞ്ഞ ഒരു നേരത്ത് ജസ്റ്റ് ആ ഒരു മൊമെന്റ്, മഴ ഒഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് വെള്ളം ഇറ്റി വീഴുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് നാച്ചർ ഹോൾഡ് ചെയ്യുന്നത്, അത് മാത്രമേ ഈ പോയത്തിൽ പറയുന്നുള്ളൂ. ബട്ട് ദാറ്റ് മീൻസ് അ ലോട്ട് ടു മീ. എനിക്ക് ഈ മഴ പെയ്യുന്നതിന് മുമ്പ്, അതിനുശേഷം അല്ലെങ്കിൽ അതിനിടയിൽ ആ ഒരു 3 മൊമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് മഴത്തുള്ളികൾ ഇങ്ങനെ എന്താ പറയാ ഇലകളിൽ കൂടെ ഇറ്റി
ചീറ്റി താഴോട്ട് വീഴുന്നൊരു മൊമെന്റ്. അപ്പൊ അത് കയ്യിലെടുത്തിട്ട് വാട്ട് ലെഫ്റ്റ് ബിഹൈൻഡ്, മഴ എന്താണ് ബാക്കി വെച്ചത്. അപ്പൊ അത് ചിലപ്പോൾ നല്ല മൊമെന്റ്സ് ആണ്, നല്ല മെമ്മറീസ് ആണ്, ഒരു തണുപ്പാണ്. അതേ ഹാൻഡ്ഫുൾ ഓഫ് റെയിനിൽ പറയുന്നുള്ളൂ. ഐ ട്രൈ ടു ഹോൾഡ് എ ഹാൻഡ്ഫുൾ ഓഫ് റെയിൻ. ഇറ്റ് റെയിൻഡ് വൈൽഡ്ലി ലാസ്റ്റ് നൈറ്റ്. Night was draped in a silky moon saree. A wind put a small kiss on her jasmine-scented neck and carried that tickle to the bougainvillea. Her bosom showered a crimson rain over the earth. ഒരു രാത്രി മുല്ലപ്പൂ, രാമുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പൂവ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു മുല്ല പൂത്തിരിക്കുന്ന ഒരു രാത്രി, അതിന്റെ ആ ഒരു കാറ്റ് വന്നിട്ട് ഈ മുല്ലയെ തഴുകുകയോ അല്ലെങ്കിൽ ഈ ബോഗൻവില്ല ഇങ്ങനെ തഴുകി പോകുന്ന ഒരു കാറ്റ്. എർത്ത് ബ്ലഷ്ഡ് ആൻഡ് റെയിൻ കുഡിന്റ് റെസിസ്റ്റ്. അപ്പൊ എന്താണ്, ഈ ഒരു കാറ്റ് ഇങ്ങനെ കടന്നു പോയ സമയത്ത്, ബോഗൻവില്ല പൂക്കൾ പൊഴിഞ്ഞു വീഴുന്ന സമയത്ത് എർത്ത് ബ്ലഷ് ചെയ്തു. അപ്പൊ എർത്ത് ബ്ലഷ് ചെയ്തപ്പോ മഴക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ടു കം എവറി ലീഫ് വാസ് ഇൻവൈറ്റഡ് റെയിൻ ടു കം. In its embrace they belong. To drench, to soak, they knew it won't stay forever, but they tried to catch a handful of rain before it disappeared. മഴ എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയം മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണ്. പ്രകൃതിയിലുള്ള എല്ലാ ഇലകളും മഴയെ എംബ്രേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു എംബ്രേസിലാണ് അവർ ബിലോങ് ചെയ്യുന്നത്. അത്രയും അവർ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയും അവർ ഒബ്സസ്ഡ് ആണ് ഓവർ റെയിൻ. അപ്പൊ ആ ഒരു മഴയിൽ നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന അവർക്കറിയാം ഈ മഴ വെറും മൊമെന്റസ് ആണ്, കുറച്ച് സമയം മാത്രമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന ഈ മഴത്തുള്ളികൾ ഒരു ഹാൻഡ്ഫുള്ളിൽ അവർ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന മഴത്തുള്ളികളാണ് ഹാൻഡ്ഫുൾ ഓഫ് റെയിനിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹോൾഡിംഗ് ഓൺ ടു മെമ്മറീസ്, ഗുഡ് മെമ്മറീസ്. നല്ല മെമ്മറീസിലേക്ക് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്ന ആ ഒരു ഇഷ്ടത്തിനെയാണ് ഹാൻഡ്ഫുൾ ഓഫ് റെയിൻ പറയുന്നത്. കവിതയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി അടുത്ത കവിത ദ ഫാലൻ ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഹോപ്പിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ 11 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം വരുന്നത്. എന്നാൽ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ വിശ്വാസം കൂടുതലായിട്ട് വന്ന് നമുക്ക് പലതരത്തിലുള്ള ചിന്തകൾ കൂടി വരുന്നുണ്ടായിരിക്കും. The fallen lash. Today, one strand of eyelash fell on my cheeks. Might be caught in a moment of stagnation or mature enough to retire. Anyways, I am confused to brush it away. As I heard, I wish I could wish upon it. To see someone I long to see. To make it happen, what prayer carries in its open palms, looking up. ഇത് കുറച്ച് എന്താ പറയുക, എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പോയമാണ്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെമ്മറി ആണ് ഈ പോയത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. ലൈക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുറെ അന്ധവിശ്വാസങ്ങളിലൂടെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ കടന്നു പോയിട്ടുണ്ടാവുക. ഡു യു ഓൾസോ വിഷ് വെൻ യു സീ 11 ഓർ ഡു യു വറി വെൻ യു സീ എ ലോൺ മൈന? അപ്പൊ എന്താ, കുറച്ച് വലുതായപ്പോ ആയിരിക്കും ഈ 11 ടൈമിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒറ്റ മൈനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി, അല്ലെങ്കിൽ ഇരട്ട മൈനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു ചൈൽഡ്ഹുഡിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള കൺപീലി പൊയിഞ്ഞു വീഴുമ്പോൾ അതെടുത്ത് നമ്മൾ ഈ കൈയുടെ പുറമെ വെച്ചിട്ട് ഊതുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഊതിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ പറ്റും എന്ന് പറയും. ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ഒരു വലുതായി ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു വുമണ് ഉണ്ടാവുമ്പോൾ അവർ ചെയ്യുന്നതോ അവർ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു 2 സ്റ്റാൻസ എക്സ്ട്രാ ഉണ്ട്. ലൈക്ക് ടു പാമ്പർ ദ വാംത്ത് ഓഫ് എ ഡ്രീം ഇൻ മൈ ഹാൻഡ്സ്, ഐ ആസ്ക് ദ മിറർ ടു ടെൽ മീ വാട്ട് ടു ഡു. ഇറ്റ്സ് എ ദ ലാഷ് അഡോൺ ലൈക്ക് ഓർണമെന്റ് ഓഫ് ദ ഏജ് ഐ ബിലോങ്. നമ്മൾ മിററിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ, നമ്മൾ എന്താണ് കാണുക, അതായത് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിനെ കുറിച്ചാണ് നമ്മുടെ മിററിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഇമേജ്. അതേപോലെ തന്നെയാണ് ഞാൻ മിററിനോട് ഇതിന് എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മിറർ പറയുന്നത് ഇറ്റ്സ് എൻ ഓർണമെന്റ്, നിന്റെ ഫേസിന് അതൊരു ഓർണമെന്റ് ആണ് എന്നുള്ള രീതിയിലാണ് മിറർ പറയുന്നത്. ലൈക്ക് ദാറ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, വളരെ സില്ലി ആയിട്ട്, എന്നാൽ നമ്മളെ ചൈൽഡ്ഹുഡിലേക്ക് അത്ര സില്ലി അല്ലാതെ നമ്മൾ വളരെ വളരെ ഹോപ്പ് വെച്ച് വിശ്വസിച്ചിരുന്ന ഒരു സില്ലി തോട്ടിനെ കുറിച്ചുള്ള ഒരു ചെറിയ പോയമാണ് ദ ഫോളൻ ലാഷ്. ഇതില് ഷാറ്റേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിലുള്ള മറ്റൊരു പോയമാണ് ഷാറ്റേർഡ്. ഷാറ്റേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തകർന്നു പോയൊരു ഇമോഷൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പോയത്തിലും വരുന്നത്. ഐ ഓപ്പൺ മൈ വിൻഡോ ടു എംബ്രേസ് എ ന്യൂ ബ്രീസ് ആൻഡ് ഹോപ്ഡ് ഇറ്റ് വുഡ് ലൽ മീ ടു സ്ലീപ് ആൻഡ് അലോ മീ ടു സിറ്റ് ഇൻ ഇറ്റ്സ് കംഫർട്ട് ഫോർ എ മൊമെന്റ്, only to find my fragile flower vase, once broken and mended with golden glue, broken again. I thought scars wouldn't matter, but the wind had no intention of kindness. It came and shattered what I held dear and left. ഒരു ഹ്യൂമൻ അയാൾ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, അയാൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, ഇൻ കേസ് ഓഫ് ചില ആൾക്കാരുടെ
ഇടപെടൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് കാരണം അയാൾ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു മൊമെന്റിൽ ആരോ കാരണമോ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കാരണമോ ഷാറ്റേർഡ് ആയ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരാളുടെ ട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ഉണ്ട്. അവർ ഈ പൊളിഞ്ഞുപോയ പാത്രങ്ങൾ ഗോൾഡൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മീനിങ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ബ്രോക്കൺ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ മോർ ദാൻ ദ പെർഫെക്റ്റ് വേർഷൻ ഫസ്റ്റ്. അപ്പൊ അതായത് നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പെർഫെക്റ്റ് വേർഷനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഈ ബ്രോക്കൺ ആയിട്ടുള്ള പീസസ് ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഭംഗി കൂടുന്നത് ഈ ഒരു ഗോൾഡൻ ഗ്ലൂ വെച്ചിട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇൻ ദ പോയം ദ പേഴ്സൺ ഈ പഴയ പീസസ് ഒക്കെ പിന്നെയും പിക്ക് ചെയ്തിട്ട് ഷീ ഈസ് ട്രൈയിങ് ടു ബിൽഡ് അപ്പ് ദ ഫുൾ വേർഷൻ ഓഫ് ഹെർസെൽഫ്. നൗ ഐ ഫൈൻഡ് മൈസെൽഫ് പിക്കിംഗ് പീസസ് അഗെയിൻ വൺ ബൈ വൺ, tiny shiny parts. My mind blurs, my words hides behind veil. I need more glue, I need more time. But I will get back together. I will make it a vase again. It's so dark here, it's not easy to breathe either. Yet I can't open the window anymore. നമ്മൾക്ക് ട്രോമാസ് ഉണ്ടാകുന്നത് ചെറിയ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ വിശ്വാസങ്ങൾ പൊട്ടിപ്പോകുമ്പോഴും ഇങ്ങനെയുള്ള ചെറിയ മൊമെന്റ്സിൽ നമുക്ക് ഉണ്ടാകുന്ന സെറ്റ് ബാക്സിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മൊമെന്റിൽ വന്ന ഒരു പോയമാണ് ഷാറ്റേർഡ്. അപ്പൊ നമുക്ക് ഓരോ കവിതകൾ ഇങ്ങനെ പരിചയപ്പെട്ടു പോകുമ്പോൾ ഇനി ഫൊർഗീവ് ഹെർ എന്ന് പറഞ്ഞുള്ള ഒരു കവിതയുണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് വനിതകളുടെ ഒരു സ്ട്രെങ്തിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കവിതയാണ്. സെക്കൻഡ് പാർട്ടിലുള്ള ഒരു പോയമാണ്. നമ്മൾ ഈ ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് ഫെമിനിസത്തിൽ അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു കൺസെപ്റ്റാണ് ഈ ഇമോഷണൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നോർമൽ വുമൺ സ്ട്രഗിൾ ചെയ്ത് ഓരോ ദിവസം ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു നോർമൽ വുമണിൽ നമ്മൾ സ്ട്രെങ്ത് കണ്ടെത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കണ്ട ഒരുപാട് സ്ത്രീകൾ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഒരു പോയമാണ് Forgive Her. Forgive the woman you were, the one who cries always, she who is constantly battling with the darkness in the kitchen, or the one who wears her courage as a guard. Forgiveness has never been in uniform. Let it be a hug, wipe those tears, a dash of masala powder to bring back her flavor, or be the silent shoulder to cry on and shed her shield once in a while. പോയത്തിൽ പറയാൻ ശ്രമിച്ചത് നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു കോമൺ വുമൺ ഒരു ദിവസം കടന്നു പോകുന്നത് അവൾ ഒരു കറേജിയസ് ആയിട്ടുള്ള വുമണായിട്ട് ചിലപ്പോൾ ആക്ട് ചെയ്യും. ചില സമയത്ത് അവളുടെ ഈ കിച്ചണിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ബാറ്റിൽ ചെയ്യാണ് ഈച്ച് ഡേ അവളുടേതായ ഇമോഷണൽ എന്താ പറയാ ഈ അപ്പ് ആൻഡ് ഡൗൺസിലൂടെയും അല്ലെങ്കിൽ ഈ വേൾഡുമായിട്ടും അവളിങ്ങനെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് ദ വുമൺ നമ്മൾ കാണുകയാണ് ഈ പുറത്ത് കണ്ടിട്ട് വളരെ കറേജിയസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ കാണുന്ന വുമൺ അല്ല. അപ്പോൾ അവൾക്കൊരു ഫോർഗീവ്നെസ് കൊടുക്കണം ഫോർ ബീയിങ് ദിസ് വൾണറബിൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് എന്താ പറയാ ഒരു ഹഗ് അല്ലെങ്കിൽ അവളുടെ ടീയേഴ്സ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. പിന്നെ എന്താ പറയാ അവളുടെ ലൈഫിലുള്ള ഒരു എവിടെയെങ്കിലൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലെ എവിടെയെങ്കിലൊക്കെ ഒരു ഫൺ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ കറിയിലൊക്കെ മസാലാസ് ആഡ് ചെയ്യുന്ന പോലെ അവളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു മസാലാസ് ആഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരാൾ ഉണ്ടാവുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഷീ ബ്ലീഡ്സ് ഈച്ച് മന്ത് ടു ക്ലെൻസ് ഔട്ട് ഹെർ വോംബ്, ക്ലെൻസ് ഹെർ ഹേർട്ട്, ലെറ്റ് ഇറ്റ് ഫ്ലോ, ലെറ്റ് ഇറ്റ് ബ്രീത്ത്. എല്ലാ മാസവും വുമൺ അവളുടെ വോംബ് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഹാർട്ടും അതിന്റെ കൂടെ ക്ലെൻസ്ഡ് ആവുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ആ പോയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇൻ ഹർ വൾണറബിലിറ്റി ലൈസ് ഹർ സ്ട്രെങ്ത്. എല്ലാവരുടെയും ഇൻഡിപെൻഡൻസിൽ അല്ലെങ്കിൽ കറേജിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ അപ്പിയർ ആവുന്നതിലല്ല അവളുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. ചിലരുടെ വൾണറബിലിറ്റി അവര് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവരതിനെ എങ്ങനെ എംബ്രേസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതിലും അവരുടെ സ്ട്രെങ്ത് ഉണ്ട്. അടുത്ത കവിതയിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞ പേഴ്സണലായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിത എന്ന് കൂടി പറയാൻ പറ്റുന്നതായിരിക്കും. നമ്മളിൽ നിന്ന് ഒരാൾ അകന്നുപോയി പക്ഷെ നമുക്ക് വിട്ടു പോയിട്ടില്ല, എവിടെയൊക്കെയോ ഉണ്ടെന്ന് തന്നെ തോന്നുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഉപ്പാപ്പാനെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിത ഗോൺ യെറ്റ് നെവർ ഡിസ്റ്റന്റ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ കൂടെ ജസ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഉപ്പാപ്പ അയ്യഞ്ചേരി വീരാൻകുട്ടി നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. ബട്ട് അതറിയുന്നതിന് എത്രയോ മുമ്പ് അല്ലെ എനിക്ക് അദ്ദേഹത്തിന് നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ച് അറിയുന്ന എത്രയോ മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതായത് ഞാനൊരു 10 വയസ്സുള്ള സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തുനിന്നും അവര് ഞങ്ങളെ കാണുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കണ്ണ് നിറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. എന്നെ ഞാനാക്കിയതും എനിക്ക് കൈൻഡ്നെസ് പോലെയുള്ള പലതരം ഇമോഷൻസും പഠിപ്പിച്ചു തന്നത് ഇദ്ദേഹമാണ്. ബട്ട് ദേ ഡിഡ്ന്റ് know who left, the man of our home, the man who knows it all, the man who dresses like the moon, the man our land knows, the man who knows the land. പോയം തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതിൽ ഒരാൾ മരിച്ചു, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു നാച്ചുറിന്റെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. അവർക്ക് അറിയില്ല ആരാണ് മരിച്ചത് എന്ന്. The man of our home,
അപ്പൊ ഞങ്ങളുടെ വീടൊരു ഹോമാക്കിയത് അല്ലെങ്കിൽ ഒരു നാടിനെ ഒരു ഉന്നമനത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ദ മാൻ ഹു ഡ്രസ്സസ് ലൈക്ക് ദ മൂൺ, ആ ലൈൻ എന്നോട് പല ആൾക്കാരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇതുവരെ കണ്ടിട്ടില്ല ഇയാളെ, പക്ഷേ ദ മാൻ ഹു ഡ്രസ്സസ് ലൈക്ക് ദ മൂൺ എന്ന ലൈനിൽ ഒരുപാട് ഇമോഷൻസ് ആഡഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ആ ഒരു ലൈനിൽ ഒരുപാട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് ആ ഒരു ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിലധികം ഒരു ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എ മാൻ വിത്ത് എക്സ്റ്റെൻഡഡ് ജനറോസിറ്റി, ഹി വാസ് ദർ ഫോർ എവറി എംപ്റ്റി ഹാൻഡ് ആൻഡ് സ്റ്റൊമക്ക്. His purse never stored what he earned, but the people around him poured his pocket with faith, prayer and love. പാപ്പ ഒരിക്കലും സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. അദ്ദേഹം കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കും. നാട്ടുകാർക്ക് വേണ്ടി എപ്പോഴും സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ഓടി നടക്കുക. അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരുന്നത് ആൾക്കാരുടെ സ്നേഹവും പ്രാർത്ഥനയും വിശ്വാസവുമായിരുന്നു. ദാറ്റ് മീൻസ് എ ലോട്ട്. അതാണ് ഒരു ഹ്യൂമൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കി തന്നൊരു ആളാണ് ഉപ്പാപ്പ. അപ്പോൾ ഈ ഒരു പോയം അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ആയിട്ട് ഉള്ളതാണ്. അടുത്ത കവിതയിലേക്ക് വരുമ്പോൾ നമുക്ക് കിച്ചനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. കിച്ചനും ഇമോഷനും രണ്ടും കൂടെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ കവിതയിലേക്ക് പോകും. ലാസ്റ്റ് പാർട്ടിലുള്ള ഒരു പോയമാണ് ടെയിൽസ് ഫ്രം മൈ കിച്ചൺ. നമ്മുടെ കിച്ചണിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നമ്മുടെ ഓരോ ഇമോഷൻസ് അല്ലെ ഓരോ സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് ടേസ്റ്റ് ലൈക്ക് പായസം വെൻ ജോയ് ഹാപ്പൻസ്, സ്മൂത്ത് വിത്ത് മിൽക്ക്, ലോട്ട്സ് ഓഫ് ഷുഗർ, elaichi to uplift to beyond scale, and ghee roasted cashews and raisins invite others to join. ഈ പായസം എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി സന്തോഷമുള്ള സമയത്ത് ഉണ്ടാക്കാറ്. അതുപോലെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് പായസത്തിന് എപ്പോഴും നമുക്ക് കൊടുക്കാറ്. ലൈക്ക് ദാറ്റ് ഇവിടെയും പായസം എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഹാപ്പിനെസ് മൊമെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോരോ എലമെന്റ്സും നമ്മുടെ ഏലക്കായ് പോലെ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് പോലെ അത് മറ്റുള്ളവരെ കൂടെ ഇൻവൈറ്റ് ചെയ്യും ഇതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. Loneliness is like a milk pot burned and spilt in the storm in my head. Half a cup of coffee steams left me bored. In minutes it will get cold, but it takes me hours to notice. Loneliness ഇവിടെ ഒരു പാല് കരിഞ്ഞു ഒരു പാത്രത്തിനോടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ കുറച്ചുകൂടി ഒരു ഓവർ തിങ്കിങ് മോഡിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെന്റിൽ കരിഞ്ഞുപോയ മിൽക്ക് പോട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കാൻ മറന്നുപോയൊരു കോഫി, അത് തണുത്ത് ഒരുപാട് കഴിഞ്ഞ് നമ്മളെ തോട്ട്സിൽ നമ്മളിങ്ങനെ പോകുന്നതിനിടയിൽ നമ്മൾ മറന്നുപോയൊരു കോഫി കപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന തണുത്ത കോഫിയെ കുറിച്ചാണ് ആ ഒരു ലോൺലിനെസ്സിനെയും കണക്ട് ചെയ്യുന്നത്. ദെൻ ദ വുഡൻ സ്പൂൺ വിത്ത് darkened at the edges, 2 taps brought everyone to the table. It stirred up the anger. Sometimes it folded leftover love into tiffins. അപ്പോൾ ഒരു വുഡൻ സ്പൂൺ നമ്മുടെ കിച്ചണിൽ, നാട്ടിലുള്ള കിച്ചണിൽ യൂഷ്വലായിട്ട് കാണുന്ന വുഡൻ സ്പൂൺസ്, അപ്പൊ അത് ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു 2 തട്ട് ആ ഒരു ചിലർക്ക് അതൊരു നൊസ്റ്റാൾജിക് എലമെന്റ് ആണ്. എന്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അവർ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം നമുക്കറിയാം കഴിഞ്ഞു, അപ്പൊ നമുക്ക് കഴിക്കാനായി എന്നുള്ള ഒരു സിഗ്നലാണ്. അപ്പൊ അതിന്റെ ഇളക്കലിൽ നമ്മൾ ആങ്കറിനെ ഇളക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലവിനെ അത് സെർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ വുഡൻ സ്പൂണിനെ സിംബലൈസ് ചെയ്യുന്നത്. ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലേ. അതെല്ലാം ഈ പറഞ്ഞ ഈ കവിതയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഇതെങ്ങനെയാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇത്രയും കവിതകൾ കിട്ടുന്നത്? ഞാൻ ഈ നല്ല മെമ്മറീസ് അല്ലെ നല്ല മൊമെന്റ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ബുക്ക് വായിച്ച പലരും പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറെ ആൾക്കാർ അഡ്രസ് ചെയ്തു. പിന്നെ ഈ ചെറിയ മെമ്മറീസ് ഞാൻ ഒരുപാട് ഹോൾഡ് ഓൺ ചെയ്യുന്ന ആളാണ്. എന്റെ ചൈൽഡ്ഹുഡ് ഒരുപാട് എന്താ പറയുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് വളർന്നത്. സ്റ്റിൽ ഒരു വലിയ ഫാമിലിയിലാണ്. അപ്പോ ഞാൻ ഈ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് നൊസ്റ്റാൾജിയാസ്, കുറച്ച് വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ മറന്നു പോവരുത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് രേഖപ്പെടണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അധികവും എഴുതിയിട്ടുള്ളത്. ഇതിൽ നമുക്കിപ്പോൾ എടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ, ഇപ്പൊ ഫോളൻ ലാഷൊക്കെ പോലെയുള്ള കാര്യങ്ങളിൽ എന്തോ വലിയ സംഭവമാണെന്ന് പറയാനൊന്നുമില്ല. ബട്ട് അത് വായിക്കുന്ന ഒരു നോർമൽ നമ്മുടെ കേരളത്തിൽ ഒരു ചൈൽഡ്ഹുഡൊക്കെ വളർന്നു വന്ന ഒരാൾക്ക് ഒരുപാട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മിക്കാനുണ്ടാവും. അപ്പൊ അത് നല്ല കാര്യമാണ് ഇങ്ങനത്തെ മെമ്മറീസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനുന ഫോളോ ചെയ്യുന്ന ആരെയാണ്? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മെമ്മറീസ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. കുറെ റൈറ്റേഴ്സ് ഉണ്ട് ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് വേണ്ടി അതെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ മലയാളത്തിൽ മാധവിക്കുട്ടിയൊക്കെ പോലെ അവരുടെ മെമ്മറീസ് ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ അവർ എഴുതിയ പോലെ ഒരിക്കലും ഒരാൾക്ക്
എഴുതാൻ പറ്റില്ല. ഇത്ര കാലം ഇത്രയും റൈറ്റേഴ്സ് വന്നിട്ടും ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ട്. സ്റ്റിൽ അവരുടെ സ്റ്റൈൽ വേറെയാണ്. നമ്മൾ ബഷീറിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഓരോരുത്തർക്കും സിഗ്നേച്ചർ സ്റ്റൈൽസ് ആണ്, സിഗ്നേച്ചർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആണ്. ഇഷ്ടപ്പെട്ട ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറൊരാളുടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് that work for me. കവിതകൾക്ക് വേണ്ടിയിട്ട് ഇന്ന സമയം അങ്ങനെ ഇരിക്കുവാണോ അതോ? ഈ അടുത്തുണ്ടായ ഒരു ഇൻസിഡന്റ് പറയാം. ഞാനിപ്പോ സ്കൂളിൽ ഒരു ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ ബസ്സിൽ പോവാണ്. അപ്പൊ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ബസ്സിൽ പോയ സമയത്ത് ഒരു തോട്ട് വന്നു. ലൈക്ക് ഒരു ലൈൻ, അതും ഇംഗ്ലീഷിലൊരു ലൈൻ എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതെന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്തും ഈവനിങ് ഒക്കെ വന്നു. അപ്പൊ രാത്രി എല്ലാം കഴിഞ്ഞ് കിടന്ന സമയത്തും ഈ ലൈൻ വന്നപ്പോൾ ജസ്റ്റ് നോട്ടിൽ എഴുതിയിട്ടു. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേറെ ലൈൻസ് വന്നു. അങ്ങനെ വന്നു പോയി. അപ്പൊ ആ ഒരു ലൈൻ ഞാനിരുന്ന് ഡെവലപ്പ് ആക്കിയതാണോ അല്ലെ ലൈൻ ഇരുന്നിട്ട് എന്റെ അടുത്തുനിന്ന് ഡെവലപ്ഡ് ആയി വരികയാണോ എന്ന് അറിയില്ല. അതുപോലെയാണ് അത് ഓരോന്നിനും. എന്താ പറയാ, ഓരോ പോയം അങ്ങനെ വരുന്നതാണ്. ഈ ഫോളൻ ലാഷ് ഒരു ദിവസം എന്റെ മോളുടെ ഒരു പീലി വീണ സമയത്ത് എനിക്ക് ജസ്റ്റ് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുത്തിട്ട് മോൾക്ക് കയ്യിൽ വെച്ചപ്പോൾ അവള് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്തെങ്കിലും മോൾ ഇതൊന്ന് ഊതെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പോഴും ഞാൻ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അതിൽ വിശ്വസിച്ചപ്പോ ഒരു നല്ല കാര്യം നടക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു കുഞ്ഞു ഹോപ്പില്ലേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. ഈവൻ ദോ അത് നടക്കാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും ആ ഒരു ഹോപ്പ് ഫോർ എ മൊമെന്റ് നമുക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ഇതിൽ ഓരോ കവിതകളും കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിലൂടെ അനുവിന് പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഇതിലെ കവർ പേജ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമുക്ക് പരിചയമുള്ള ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരാൾ കൂടി തന്നെയാണ് ഇതിന്റെ കവർ പേജ് ചെയ്തിരിക്കുന്നത് അല്ലെ? പ്രമോദേട്ടനെ ഞാൻ ഇവിടുത്തെ ഇവന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ കാണാറുണ്ട്. ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു കൊളാബറേഷൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ പ്രമോദേട്ടന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ലാസ്റ്റ് മൊമെന്റിലാണ്. ഞാൻ വേറെ ആളായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു മൊമെന്റിൽ പ്രമോദേട്ടനെ ഞാൻ വിളിച്ചു, ഹസ്ബൻഡ് വിളിച്ചു, എനിക്ക് കണക്ട് ചെയ്തു തന്നു. എന്നോട് പറഞ്ഞു നീ നേരിട്ട് സംസാരിക്കും, നിങ്ങൾ രണ്ടുപേരാണ് സിങ്ക് ആവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പോയംസ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ജസ്റ്റ് പ്രമോദേട്ടൻ വായിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ് അദ്ദേഹം വരച്ചു തന്നത്. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചു ഖത്തറിൽ വളരെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് തോന്നിയ വളരെ മിനിമൽ ആയിട്ടുള്ള ഇമോഷൻസ് വെച്ചിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ചില പോയംസിന്റെ ഒക്കെ ഒരു പെൺകുട്ടിയുടെ ഫേസിൽ ഒരു പെൻ വരുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ ദാറ്റ് സ്പീക്സ് എ ലോട്ട് ദാൻ പോയം. ഒരു പോയത്തിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന ഇമേജസ് ഉണ്ട്. ഇതിന്റെ കവർ പിക്ചർ നമുക്ക് ഒരു പോയട്രി ബുക്കിന് ഞാൻ എന്താ ഇതിന് കവർ കൊടുക്കുക, പ്രത്യേകിച്ച് മഴയാണ് തീം. ആകെ ഒരു ബ്ലൂയിഷ് വേണം എന്ന് ഞാൻ എപ്പോഴോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രമോദേട്ടനോട്. അങ്ങനെ എന്താ പറയാ അതും ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ ഈ ഫൈനലൈസ് ചെയ്യേണ്ട ഒരു സമയത്താണ് പ്രമോദേട്ടനോട് നമ്മൾ കവർ ഡിസൈൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയയിൽ തോന്നിയ ഈ പോയത്തിന്റെ ഇമോഷൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കവറാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു കവർ ഈ പോയംസിന് എനിക്ക് കിട്ടാനില്ല എന്ന് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കവിതകൾ ഇനിയും എഴുതട്ടെ. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വരികൾ ഇനിയും എഴുതാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കാം. താങ്ക് യു. തീർച്ചയായിട്ടും അനൂന പർവിനായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് മെമ്മറീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഓരോ കവിതകളുടെയും വരികൾ അല്ലെ. 36 കവിതകളുടെ കവിത സമാഹാരമാണ്. അപ്പൊ ഈ ഒരു കവിതകളൊക്കെ നിങ്ങളുടെ കൈവശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഹാൻഡ്ഫുൾ ഓഫ് റെയിൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിത എഴുതി തുടങ്ങിയതാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത്ര വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിലെ ഓരോ വരികളും എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ കവിത സമാഹാരം വായിക്കണം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഹാൻഡ്ഫുൾ ഓഫ് റെയിൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ റേഡിയോ ലൈബ്രറിയിൽ നിന്നും ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷമൊക്കെ ആയിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺ.